നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുമെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ വഴിമാറലാണ് ഇപ്പോൾ PSG നടന്നുകൊണ്ടിരിക്കുന്നത്. ലൂയിസ് എൻട്രിക്കയുടെ വരവ്, അവരൊരു ടീമിനെ അങ്ങ് സെറ്റ് ചെയ്തു. അതിന് മുമ്പ് MNM എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെറുതെ കുറേ സമയം പോയി എന്ന് മാത്രമേ ഉള്ളൂ. കിരീടങ്ങളിലേക്ക് ഇതുപോലെ അവർക്കൊരു കുതിപ്പ് നടത്താൻ പറ്റിയില്ല. മെസ്സിയും നെയ്മറും എംബാപ്പയും ഒരുമിച്ച് കളിച്ചൊരു സമയമുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ അത്? ഇടത് ഭാഗത്ത് നെയ്മർ, വലത് ഭാഗത്ത് മെസ്സി, നടുവിൽ എംബാപ്പെ. ഓർക്കുന്നുണ്ടാവും അതൊക്കെ. അവർക്ക് UCL ക്വാർട്ടർ ഫൈനലോ സെമി ഫൈനലോ ഒന്നും എത്താൻ പറ്റിയില്ല ആ സമയത്തെങ്കിൽ. ബാക്ക് ടു ബാക്ക് UCL കിരീടങ്ങൾ, ബാക്ക് ടു ബാക്ക് സൂപ്പർ കപ്പ് കിരീടങ്ങൾ, അങ്ങനെ ചരിത്രത്തിലേക്ക് നടന്നു കയറിയിരിക്കുകയാണ് ലൂയിസ് എൻട്രിക്കയും സംഘവും. ഇതാ ഇന്നലെ യുവേഫ സൂപ്പർ കപ്പിൽ ആസ്റ്റൺ വില്ലയെ 2-1 പരാജയപ്പെടുത്തിക്കൊണ്ട് കിരീടത്തിൽ PSG മുത്തമിടുമ്പോൾ ലൂയിസ് എൻട്രിക്കെ പുത്തൻ റെക്കോർഡ് തന്നെ കുറിച്ചിരിക്കുന്നു. PSG ചരിത്രത്തിൽ ഏറ്റവും അധികം കിരീടം ചൂടിയ മാനേജർ, അതവിടെ നിൽക്കട്ടെ. യുവേഫ സൂപ്പർ കപ്പിൻ്റെ ചരിത്രത്തിൽ 3 വട്ടം കിരീടം ചൂടിയ മൂന്നാമത്തെ ആൾ. അദ്ദേഹത്തെക്കാൾ കൂടുതൽ സൂപ്പർ കപ്പ് കിരീടത്തിൽ മുത്തമിട്ടിട്ടുള്ള 2 പേരേയുള്ളൂ. 2 പേരും മഹാരഥന്മാരായ പരിശീലകരാണ്. സാക്ഷാൽ കാർലോ ആഞ്ചലോട്ടിയും പെപ് ഗാർഡിയോളയും. കാർലോ ആഞ്ചലോട്ടിക്ക് 5 സൂപ്പർ കപ്പ് കിരീടങ്ങളുണ്ട്. പെപ് ഗാർഡിയോളക്ക് 4 സൂപ്പർ കപ്പ് കിരീടങ്ങളുണ്ട്. ഇതാ ലൂയിസ് എൻട്രിക്കെ മൂന്നാമത്തെ കിരീടം ചൂടിയിരിക്കുന്നു. ദി PSG ബോസ് റിമൈൻസ് പെർഫെക്റ്റ് ഇൻ സൂപ്പർ കപ്പ് ഫൈനൽസ്, 100% റെക്കോർഡ് എന്ന കാര്യം കൂടി നോക്കണം. സൂപ്പർ കപ്പ് കളിക്കാൻ അദ്ദേഹം കോച്ചായിട്ട് ഇറങ്ങിയിട്ടുണ്ടോ? കിരീടവും കൊണ്ടേ മടങ്ങിയിട്ടുള്ളൂ. ഇനി നോക്കുക, അദ്ദേഹം അവിടെ കോച്ചായി വന്നതിന് ശേഷം ഇത് 3ാമത്തെ സീസൺ കഴിഞ്ഞ് 4ാമത്തെ സീസൺ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആദ്യ സീസണിൽ UCLലേക്ക് എത്താൻ പറ്റിയില്ല, ശരി, പക്ഷേ UCL സെമി ഫൈനലിൽ എത്തിയിരുന്നു. 13 കിരീടങ്ങൾ അദ്ദേഹം അവിടെ ഓൾറെഡി നേടിക്കഴിഞ്ഞിട്ടുണ്ട്. PSG ചരിത്രത്തിൽ ഏറ്റവും അധികം കിരീടങ്ങൾ ചൂടിയ കോച്ചാണ് ഇപ്പോൾ ലൂയിസ് എൻട്രിക്കെ. ഏതായാലും എൻട്രിക്കെ നോക്കുക, ഫസ്റ്റ് സീസണിൽ ലീഗ് 1 ചാമ്പ്യനായി, ഫ്രഞ്ച് കപ്പ് ചാമ്പ്യനായി, ഫ്രഞ്ച് സൂപ്പർ കപ്പ് ചാമ്പ്യനായി, ചാമ്പ്യൻസ് ലീഗിൽ സെമി ഫൈനലിസ്റ്റുകളായി. ആ ഒറ്റ തവണ മാത്രമാണ് ചാമ്പ്യൻസ് ലീഗ് എന്നുള്ളൊരു നേട്ടത്തിലേക്ക് പോവാൻ ലൂയിസ് എൻട്രിക്കയുടെ PSG കഴിയാതെ പോയത്. സെക്കൻഡ് സീസണിൽ ലീഗ് 1 ചാമ്പ്യൻ, ഫ്രഞ്ച് കപ്പ് ചാമ്പ്യൻ, ചാമ്പ്യൻസ് ലീഗ് ചാമ്പ്യൻ, UCL സ്വന്തമാക്കിയെന്ന്. എന്തൊക്കെ പണി ചെയ്തതാണ് UCL കിട്ടാൻ. അത് ആദ്യമായിട്ട് കിട്ടുന്നു. പിന്നെ ഫ്രഞ്ച് സൂപ്പർ കപ്പ് ചാമ്പ്യൻ, ക്ലബ്ബ് വേൾഡ് കപ്പ് ഫൈനലിസ്റ്റ് ആവുന്നു. തേർഡ് സീസണിൽ എന്താ സംഭവിക്കുന്നത്? ലീഗ് 1 ചാമ്പ്യൻ, ഫ്രഞ്ച് സൂപ്പർ കപ്പ് ചാമ്പ്യൻ, യുവേഫ സൂപ്പർ കപ്പ് ചാമ്പ്യൻ, ഇൻ്റർ കോണ്ടിനെൻ്റൽ കപ്പ് ചാമ്പ്യൻ, ചാമ്പ്യൻസ് ലീഗ് ചാമ്പ്യൻ. ഫോർത്ത് സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നു, യുവേഫ സൂപ്പർ കപ്പ് ചാമ്പ്യൻ ആയിക്കൊണ്ട് 13 ടൈറ്റിൽസ്, എ ലിറ്റിൽ ഓവർ 3 years. ഇതാണ് ചരിത്രം വഴിമാറൽ. ഫസ്റ്റ് അവർ ട്രബിൾ ഇൻ ഫ്രഞ്ച് ഫുട്ബോൾ ഹിസ്റ്ററി. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഹിസ്റ്റോറിക് ബാക്ക് ടു ബാക്ക് ചാമ്പ്യൻസ് ലീഗ് ടൈറ്റിൽസ്. വീണ്ടും നോക്കുക, ഫസ്റ്റ് സെക്സ്റ്റപ്പിൾ ഇൻ ഹിസ്റ്ററി ഓഫ് ഫ്രഞ്ച് ഫുട്ബോൾ, മോസ്റ്റ് ട്രോഫീസ് ഓഫ് എനി മാനേജർ ഇൻ PSG ഹിസ്റ്ററി. അപ്പോൾ അതായത് ഒരു ഗലാക്റ്റിക് സൈനിങ് എറ അവിടെ ഉണ്ടായിരുന്നു PSG ഒരു ഘട്ടത്തിൽ. അത് അദ്ദേഹം അങ്ങ് നിർത്തി. അദ്ദേഹം ചെന്ന ആ സീസണിൽ തന്നെ മെസ്സി പോകുന്നു. നെയ്മറോട് ഇല്ല, എൻ്റെ പ്ലാനിൽ നിങ്ങൾക്ക് ഇടമില്ല എന്ന് പറഞ്ഞു വിടുന്നു. മാർക്കോ വെരാറ്റി, അതുവരെ PSG അൺടച്ചബിൾ, മധ്യനിരയുടെ എല്ലാം എന്നൊക്കെ പറഞ്ഞിരുന്ന മാർക്കോ വെരാറ്റിയെ പറഞ്ഞു വിടുന്നു. എംബാപ്പെ നിർത്താൻ നോക്കി, നിന്നില്ല. അടുത്ത സീസണിൽ പോയതേ ശരി, കപ്പ് UCL അങ്ങ് നേടുകയും ചെയ്തു. സോ ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു സ്ക്വാഡ് അദ്ദേഹം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ കീ പ്ലേയേഴ്സിൻ്റെ ബെസ്റ്റ് വേർഷൻ അദ്ദേഹം അൺലോക്ക്ഡ് ആക്കി. ഒസ്മാൻ ഡെംബലെ എന്താ കളി, കിച്ച കഴസ്കേലിയ ഇന്നലെയും എന്താ കളി, നിസേധു, അങ്ങനെ അദ്ദേഹം കുറച്ച് താരങ്ങളുടെ ബെസ്റ്റ് വേർഷൻ അങ്ങ് അൺലോക്ക്ഡ് ആക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. സ്മാർട്ട് സൈനിങ്ങുകൾ നടത്തി ഒരു ട്രൂ ടീം അദ്ദേഹം ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ ദി ജീനിയസ് ബിഹൈൻഡ് ദി ഗ്രേറ്റസ്റ്റ് PSG ഓഫ് ഓൾ ടൈം, ലൂയിസ് എൻട്രിക്കെ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.